വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി മുസ്തഫ മുണ്ടുപാറ രംഗത്ത്. കേരളം വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രസംഗം തെറ്റായ വിധത്തിൽ പ്രചരിക്കപ്പെട്ടു. മലബാർ സംസ്ഥാനം വേണമെന്ന ആവശ്യം തനിക്കോ സംഘടനയ്ക്കോ ഇല്ല. മലബാറും തെക്കൻ കേരളവും തമ്മിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന അസമത്വം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായതെന്ന് മുസ്തഫ മുണ്ടുപാറ. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ലിനറ്റ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? മലബാറിലെ +1 സീറ്റ് വിഷയത്തിൽ SKSSFന്റെ കോഴിക്കോട് RDD ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിലായിരുന്നു മുസ്തഫയുടെ വിവാദ പരാമർശം ഉണ്ടായത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ 2-3 ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വിശദീകരണ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് കേരളം വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തന്റെ പ്രസംഗം തെറ്റായ വിധത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മലബാർ സംസ്ഥാനം വേണമെന്ന ആവശ്യം തനിക്കോ സംഘടനയ്ക്കോ ഇല്ല എന്നും മലബാറും അതുപോലെ തെക്കൻ കേരളവും തമ്മിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുന്ന അസമത്വം ചൂണ്ടിക്കാട്ടുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ താൻ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വിവാദം സൃഷ്ടിക്കാനാണ് പലരും കരുതുന്നതെന്നും തൽപര കക്ഷികളുടെ നീക്കത്തിൽ ആരും വഞ്ചിതരാകരുതെന്നും മുസ്തഫ മുണ്ടുപാറ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ശരി, +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശത്തിൽ ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയുടെ വിശദീകരണമാണ് വന്നിരിക്കുന്നത്. കേരളം വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും തന്റെ പ്രസംഗം തെറ്റായ വിധത്തിലാണ് പ്രചരിക്കപ്പെട്ടതെന്നുമാണ് മുസ്തഫ മുണ്ടുപാറ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താൻ പറയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ച വിവാദങ്ങൾ സൃഷ്ടിക്കാനാണ് ചിലരുടെ നീക്കമെന്നും തൽപരകക്ഷികളുടെ നീക്കത്തിൽ ആരും വഞ്ചിതരാകരുതെന്നും മുസ്തഫ മുണ്ടുപാറ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിശദീകരണം. വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ലിനറ്റ് വർഗീസ്.